നമസ്കാരം. എലൈറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമാണ് ബാങ്കിങ്. ബാങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മളുടെ ക്ലാസ്സും ഇന്ന് റിസർവ് ബാങ്കിനെ കുറിച്ചാണ്. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI രൂപീകൃതമാകാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? റിസർവ് ബാങ്ക് രൂപം കൊള്ളാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്ക് രൂപീകൃതമാകാൻ കാരണമായ കമ്മീഷനാണ് ഏത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് എത്ര? 1926. റിസർവ് ബാങ്ക് രൂപീകൃതമാകാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് ഏത്? 1926. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ഔദ്യോഗിക പേര് ഒഫീഷ്യൽ നെയിം ആണ് എന്തെന്ന് പറയുന്നത്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്, RCICF എന്നോർത്തിരിക്കുക. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. പക്ഷെ PSC പരീക്ഷകളിൽ സാധാരണയായിട്ട് ഇത്രയും വലിയൊരു പേര് തരാറില്ല. പകരം എന്തേ കാണുകയുള്ളൂ? റോയൽ കമ്മീഷൻ എന്ന് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കണം, റോയൽ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിസർവ് ബാങ്കിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. റിസർവ് ബാങ്ക് രൂപം കൊള്ളാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1926. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ഔദ്യോഗിക പേരാണെന്ത്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നുള്ളത്. ഇനി ഈ റോയൽ കമ്മീഷന്, നമ്മുടെ ഹിൽട്ടൺ യങ് കമ്മീഷന് നമ്മുടെ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ ഒരു റിസർവ് ബാങ്ക് രൂപീകരിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ഗൈഡ് ലൈൻസും നിയമങ്ങളും നയങ്ങളും എല്ലാം കൂടെ എഴുതി ഒരു പുസ്തകം സമർപ്പിച്ചിരുന്നു. ആ പുസ്തകമാണ് ദ പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻസ്. ദ പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ. അപ്പം ഈ പുസ്തകം ആരെഴുതിയതാണ്? BR അംബേദ്കർ എഴുതിയതാണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ചോദ്യം ഇതാണ്, റിസർവ് ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് BR അംബേദ്കർ എഴുതിയ പുസ്തകം ഏതാണ്? ദ പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻസ്. സാധാരണയായിട്ട് ദ പ്രോബ്ലം ഓഫ് റുപ്പി എന്നത് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഓർത്തിരിക്കണം, ദ പ്രോബ്ലം ഓഫ് റുപ്പി ആരുടെ പുസ്തകമാണ്? BR അംബേദ്കറിന്റെ പുസ്തകമാണ്. എന്തുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ്? റിസർവ് ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ്. അപ്പം റിസർവ് ബാങ്ക് രൂപീകൃതമാകാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1926. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ഒഫീഷ്യൽ നെയിം എന്തായിരുന്നു? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റിസർവ് ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് BR അംബേദ്കർ എഴുതിയ പുസ്തകമാണ് ഇത്? ദ പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻസ് എന്നുള്ളതും. ഇനി നമുക്ക് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വർഷങ്ങൾ കാണാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വർഷങ്ങൾ ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളത് കാണാം. ഓക്കെ, ആദ്യമായി കാണേണ്ടത് തന്നെ RBI ആക്ട്. RBI നിയമം നിലവിൽ വന്നത് എന്നാണ്? RBI നിയമം നിലവിൽ വന്നത് എന്നാണ്? 1934 അപ്പം RBI, നമ്മുടെ കേന്ദ്ര ബാങ്കായിട്ട് RBI വരുന്നതിന്റെ മുന്നോടിയായിട്ട് ആദ്യം എന്തുണ്ടാക്കി? RBI നിയമം ഉണ്ടാക്കി. RBI ആക്ട് നിലവിൽ വന്ന വർഷം 1934. ഇനി നമ്മുടെ RBI എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്? RBI പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1 ഓർക്കുമല്ലോ. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് പക്ഷെ എന്നാണ്? 1935 ഏപ്രിൽ 1. RBI നിയമം നിലവിൽ വന്നത് 1934. പക്ഷേ RBI പ്രവർത്തനം ആരംഭിച്ചത് എപ്പോൾ മാത്രമാണ്? 1935 ഏപ്രിൽ 1. ഇനി നമ്മുടെ റിസർവ് ബാങ്ക് രൂപീകൃതമാകുമ്പോൾ മൂലധനം എത്രയായിരുന്നു? ക്യാപിറ്റൽ എത്രയായിരുന്നു? 5 കോടി രൂപയായിരുന്നു. അപ്പം ഓർക്കുക, റിസർവ് ബാങ്ക് ആരംഭിക്കുമ്പോൾ അതിന്റെ മൂലധനം എത്രയായിരുന്നു? 5 കോടി രൂപ ആയിരുന്നു. ഇനി റിസർവ് ബാങ്കിനെ എന്നാണ് നാഷണലൈസ് ചെയ്തത്, ദേശസാൽക്കരിച്ചത് എന്നാണ്? 1949 ജനുവരി 1 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്ന ഏത് ബാങ്കിനെ ദേശസാൽക്കരിച്ചുകൊണ്ടാണ്? റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓർക്കുക, റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിക്കുന്ന വർഷം ഏതാണ്? 1949 ജനുവരി 1. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 വർഷങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, RBI നിയമം നിലവിൽ വന്ന വർഷം 1934.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്കിനെ നാഷണലൈസ് ചെയ്ത വർഷം, ദേശസാൽക്കരിച്ച വർഷമാണെങ്കിൽ 1949 ജനുവരി 1. റിസർവ് ബാങ്ക് രൂപീകൃതമാകുമ്പോൾ മൂലധനം എത്രയായിരുന്നു? 5 കോടി. അപ്പോൾ ഒന്നും കൂടെ നോക്കി എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് രൂപീകൃതമാകാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1926. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ഔദ്യോഗിക പേരാണെന്ത്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റിസർവ് ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട BR അംബേദ്കറിന്റെ പുസ്തകം ഏതാണ്? ദ പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻസ്. റിസർവ് ബാങ്ക് നിയമം നിലവിൽ വന്ന വർഷം 1934. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ആരംഭിക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ മൂലധനം എത്രയായിരുന്നു? 5 കോടി രൂപയായിരുന്നു. റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷം ഏതായിരുന്നു? 1949 ജനുവരി 1 ആയിരുന്നു. ഓർക്കുമല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് RBI ഇൻ ഇന്ത്യ എവിടെയാണ്? മുംബൈയിലാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം, 1935 പ്രവർത്തനം ആരംഭിക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിൽ ആയിരുന്നില്ല. പിന്നെ എവിടെയായിരുന്നു? അത് അന്ന് കൽക്കട്ടയിലായിരുന്നു. ഓക്കെ. അപ്പം 1935 റിസർവ് ബാങ്ക് ആരംഭിക്കുമ്പോൾ ആസ്ഥാനം എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു. പിന്നീട് മുംബൈയിലേക്ക് മാറ്റി. ഏത് വർഷം? 1937. 1937 എങ്ങോട്ട് മാറിയത്? ആസ്ഥാനം മുംബൈയിലേക്ക് മാറിയത്. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ആരംഭിക്കുമ്പോൾ ആസ്ഥാനം കൽക്കട്ടയിലായിരുന്നു. പിന്നീട് മുംബൈയിലേക്ക് മാറ്റുകയായിരുന്നു. മാറ്റിയ വർഷം 1937. ഇനി കേരളത്തിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്കിന്റെ കേരളത്തിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ. അപ്പം ആസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. പക്ഷെ ആരംഭ സമയത്ത് കൽക്കട്ടയിലായിരുന്നു. പിന്നീട് 1937 മാത്രമാണ് മുംബൈയിലേക്ക് മാറിയത്. എല്ലാ സംസ്ഥാനങ്ങളിലും RBIക്ക് ഒരു ഓഫീസുണ്ട്. കേരളത്തിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് എന്നുള്ളതും ഓർത്തിരിക്കണം. ഓക്കെ. ഇനി നോക്കി റിസർവ് ബാങ്കിന്റെ ലോഗോ അല്ലെ, റിസർവ് ബാങ്കിന്റെ ലോഗോ നമ്മൾ കാണുന്നു. ഈ ലോഗോയിൽ, ഈ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? അപ്പോൾ ചോദ്യം ഇതാണ്, റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഏതാണ്? കടുവയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മരം ഏതാണ്? റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മരം ഏതാണ്? എണ്ണപ്പന, ഓയിൽ പാം ആണ് അല്ലെ. അപ്പൊ ഓർക്കുമല്ലോ എന്തൊക്കെയാണ്? റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. ചിഹ്നത്തിലുള്ള മരം ഏതാണ്? എണ്ണപ്പനയാണ്. അതും കിട്ടിയല്ലോ. എങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്ന തത്വം, പ്രിൻസിപ്പിൾ എന്താണ്? RBI പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഏത് പ്രവർത്തിക്കുന്നത്? RBI പ്രവർത്തിക്കുന്നത്. RBI എന്നല്ല, ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും, RBIയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ബാങ്കുകളും പ്രവർത്തിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. എന്തൊക്കെയാണ്? ഒന്നും കൂടെ നോക്കി. ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകാൻ കാരണമായ കമ്മീഷൻ ഏതായിരുന്നു? ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിലവിൽ വന്ന വർഷം ഏതായിരുന്നു? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ഔദ്യോഗിക നാമമായിരുന്നു എന്ത്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നുള്ളത്. ശേഷം നമ്മൾ 3 വർഷങ്ങൾ പഠിച്ചു. റിസർവ് ബാങ്ക് നിയമം നിലവിൽ വന്ന വർഷം 1934. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്കിനെ ദേശീയസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ എങ്ങോട്ട് വന്നത്? ആസ്ഥാനം പഠിച്ചു. ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തെ കുറിച്ച് 2 കാര്യങ്ങൾ പഠിച്ചു. ചിഹ്നത്തിലുള്ള മൃഗമാണെങ്കിൽ കടുവയാണ്, മരമാണെങ്കിൽ ഏതാണ്? എണ്ണപ്പന, ഓയിൽ പാം ആണ്. റിസർവ് ബാങ്ക് അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ ഷെഡ്യൂൾഡ് ബാങ്ക്സും പ്രവർത്തിക്കുന്ന തത്വം, പ്രിൻസിപ്പിൾ ഏതാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്ത ഭാഗം നോക്കി എന്താണ്?
റിസർവ് ബാങ്കിന് കുറച്ച് വിശേഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് അറിയപ്പെടുന്ന കുറച്ച് പേരുകളുണ്ട്. അപ്പം നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കി, ഒന്നാമത്തതാണ് ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക് അല്ലെ, ബാങ്കേഴ്സ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ഏത്? റിസർവ് ബാങ്ക്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഇൻ ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. അപ്പൊ 2 പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കും ഏത് തന്നെയാണ്? റിസർവ് ബാങ്ക് തന്നെയാണ്. എങ്കിൽ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. വായ്പകളുടെ നിയന്ത്രകൻ, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കും ഏത് തന്നെയാണ്? റിസർവ് ബാങ്ക് ആണ്. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ബാങ്കാണ് ഏത്? റിസർവ് ബാങ്ക്. നാലാമത്തെ പോയിന്റ് നോക്കിയേ, വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ്സ് ഇൻ ഇന്ത്യ. അപ്പം 4 വിശേഷണങ്ങളാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്? റിസർവ് ബാങ്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്. ഇതിന്റെ എല്ലാം ഉത്തരം എന്താണ്? റിസർവ് ബാങ്ക് ആണ്. എന്തൊക്കെയാണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? റിസർവ് ബാങ്ക് ആണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കും ഏത് തന്നെയാണ്? റിസർവ് ബാങ്ക് ആണ്. വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബാങ്കും ഏത് തന്നെയാണ്? റിസർവ് ബാങ്ക് തന്നെയാണ്. കിട്ടിയല്ലോ 4 വിശേഷണങ്ങൾ. എന്തൊക്കെയാണ്? ബാങ്കുകളുടെ ബാങ്ക്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ. 4 വിശേഷണങ്ങൾ പഠിച്ചല്ലോ. എങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്ത ഭാഗം എന്താണെന്ന് നോക്കി, ധർമ്മങ്ങൾ, ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക്. എന്താണ് റിസർവ് ബാങ്കിന്റെ ധർമ്മം, ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കിയേ, ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഒരു എക്സെപ്ഷൻ മാത്രം. ഏത്? നമ്മുടെ 1 രൂപയുടെ നോട്ട് മാത്രം. 1 രൂപയുടെ നോട്ട് മാത്രം പുറത്തിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ആ ഒരു എക്സെപ്ഷൻ ഒഴിച്ച് ബാക്കി ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ആണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന എല്ലാ ബാങ്കുകളിലും റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പുണ്ടാവും. 1 രൂപയുടെ നോട്ടിൽ എന്തുണ്ടാവില്ല? റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പുണ്ടാവില്ല. പകരം ആരുടെ ഒപ്പാവും ഉണ്ടാവുക? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുടേതാണ്. പ്രത്യേകം ഓർത്തിരിക്കണം, കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുടെ ഒപ്പാണ് ഇവിടെ കാണുക 1 രൂപ നോട്ടിൽ ഉണ്ടാവുക. അപ്പം ഓർക്കുക, ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം നിയന്ത്രിക്കുന്നു. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം നിയന്ത്രിക്കുന്നതും ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ആണ്. നമുക്കറിയാം, നമ്മൾ ഇടയ്ക്ക് പറയും ഇന്ത്യയുടെ രൂപയുടെ വില കുറയുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഓർക്കുക, അപ്പൊ ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം നിയന്ത്രിക്കുന്നതും ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യയെ അന്താരാഷ്ട്ര നാണയനിധിയിൽ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ പ്രതിനിധീകരിക്കുന്നത് ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ആണ്. IMF ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. നാലാമത്തെ പോയിന്റ് എന്താണ്? കറൻസി സംബന്ധമായ വിഷയങ്ങളിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുന്ന ബാങ്കും ഏത് തന്നെയാണ്? റിസർവ് ബാങ്ക് തന്നെയാണ്. ഇപ്പൊ കടമെടുക്കണമെന്നുണ്ടെങ്കിൽ, പുതിയ നോട്ട് അച്ചടിച്ചിറക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഉപദേശം സർക്കാരുകൾ തേടുന്നത് ആരോടാണ്? റിസർവ് ബാങ്കിനോടാണ്. കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാരുകളായിക്കോട്ടെ, കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉപദേശം തേടുന്നത് ആരോടാണ്? റിസർവ് ബാങ്കിനോടാണ്. അപ്പം കിട്ടിയല്ലോ, റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് 4 ഡ്യൂട്ടീസ് നമ്മളിപ്പോൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. IMF ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. കറൻസി സംബന്ധമായ വിഷയങ്ങളിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. കിട്ടിയല്ലോ 4 കാര്യങ്ങൾ. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. IMF ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. കറൻസി സംബന്ധമായ വിഷയങ്ങളിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അപ്പം
നമ്മളിപ്പം വിശേഷണങ്ങൾ പഠിച്ചു, ധർമ്മങ്ങൾ പഠിച്ചു. കിട്ടിയല്ലോ. റിസർവ് ബാങ്ക് രൂപീകൃതമായത് നമ്മൾ പഠിച്ചു, അതിന്റെ വിശേഷണങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ നമ്മൾ പഠിച്ചു, ധർമ്മങ്ങൾ ഡ്യൂട്ടീസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ഗവർണർമാരെ കൂടെ പഠിക്കാം. RBI ഗവർണർമാർ, പ്രധാനപ്പെട്ട കുറച്ച് ഗവർണർമാരെ കൂടെ പഠിക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ വ്യക്തി നോക്കിയേ. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരായിരുന്നു? സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. ആരാണ്? റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആയിരുന്നു. മിക്കപ്പോഴും നമ്മളോട് പരീക്ഷയിൽ ചോദിക്കുക OA സ്മിത്ത് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഓർക്കുക, റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ, ഫസ്റ്റ് ഗവർണർ ഓഫ് RBI ആരാണ്? സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് അഥവാ OA സ്മിത്ത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഗവർണർ ആരായിരുന്നു? റിസർവ് ബാങ്കിന്റെ രണ്ടാമത്തെ ഗവർണർ ആണ് ജെയിംസ് ടൈലർ. സെക്കൻഡ് ഗവർണർ ഓഫ് RBI ആരാണ്? ജെയിംസ് ടൈലർ. ഈ ജെയിംസ് ടൈലറും RBIയും തമ്മിൽ ചെറിയ ബന്ധമുണ്ട്. എന്താന്ന് നോക്കിയേ, ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണർ ആരാണ്? ജെയിംസ് ടൈലർ. ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണറും ആര് തന്നെയാണ്? ജെയിംസ് ടൈലർ ആണ്. അപ്പം രണ്ടുപേരെ നമ്മൾ പഠിച്ചു. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണറാണ് സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഗവർണറാണ് ജെയിംസ് ടൈലർ. ജെയിംസ് ടൈലറിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണറാണ് ജെയിംസ് ടൈലർ എന്നുള്ളത്. അപ്പം ഓർക്കല്ലോ, ഒന്നാമത്തെ ഗവർണർ സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്, രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടൈലർ. അപ്പം പക്ഷെ ആ പേരുകൾ കാണുമ്പോഴേ അറിയാം നമുക്ക് ഇവർ രണ്ടുപേരും എന്തല്ല, ഇന്ത്യക്കാരനല്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഗവർണർ വരുന്നു ആരാണ്? CD ദേശ്മുഖ്. അങ്ങനെയാണെങ്കിൽ CD ദേശ്മുഖിന് ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ? എന്താണ്? ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ, ഫസ്റ്റ് ഇന്ത്യൻ ടു ബി ദ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക്. ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരാണ്? CD ദേശ്മുഖ് എന്നുള്ളത്. ആദ്യ ഗവർണർ സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആയിരുന്നു. രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടൈലർ ആയിരുന്നു. മൂന്നാമത്തെ ഗവർണറാണ് ആര്? CD ദേശ്മുഖ്. ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ ആയിരുന്നു. ഓക്കെ, അദ്ദേഹം RBI ഗവർണർ സ്ഥാനത്തേക്ക് വരുന്ന 1943 വർഷം പഠിക്കണ്ട, പക്ഷെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം 49 വരെ കാലവും അദ്ദേഹമായിരുന്നു റിസർവ് ബാങ്കിന്റെ ഗവർണർ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോഴും ഗവർണർ ആര് തന്നെയായിരുന്നു? റിസർവ് ബാങ്കിന്റെ CD ദേശ്മുഖ് തന്നെയായിരുന്നു. അപ്പൊ കിട്ടിയല്ലോ, 3 പേരെ നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? റിസർവ് ബാങ്ക് ഗവർണർമാരിൽ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് അഥവാ OA സ്മിത്ത്. രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടൈലർ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണറാണ്. മൂന്നാമത്തെ വ്യക്തിയാണ് CD ദേശ്മുഖ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ. അതുപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോഴത്തെ RBI ഗവർണറും ആര് തന്നെയായിരുന്നു? CD ദേശ്മുഖ് ആയിരുന്നു. നാലാമത്തെ വ്യക്തി വന്നു ആരാണ്? BR റാവോ, ബെനഗൽ രാമറാവോ. BR റാവോ, ബെനഗൽ രാമറാവോ. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ലോങ്സ്റ്റ് സർവിംഗ് RBI ഗവർണർ. RBI ഗവർണർ ആയിട്ട് ഇന്നോളം ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വ്യക്തിയാണ് ആര്? BR റാവോ, ബെനഗൽ രാമറാവോ. ലോങ്സ്റ്റ് സർവിംഗ് RBI ഗവർണർ. കിട്ടിയല്ലോ, 4 പേരെ നമ്മൾ പഠിക്കുന്നു. ആദ്യത്തെ ഗവർണർ OA സ്മിത്ത്, രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടൈലർ, മൂന്നാമത്തെ ഗവർണറാണ് ആര്? CD ദേശ്മുഖ്, BR റാവു നാലാമതും വന്നു. അപ്പൊ 4 പേരുടെയും പ്രത്യേകതകളും പഠിച്ചു വെക്കണം. ഓക്കെ, ഈ 4 പേരെ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് വളരെയധികം സ്പെസിഫിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പേരെയും കൂടെ കാണാം. ഓക്കെ, അപ്പൊ അതാ ഒരാൾ വന്നു. ആരാണ്? KJ ഉദ്ദേശി. അവിടെയാണ് ചോദ്യം വരുന്നത്, ഇതുവരെ എത്ര റിസർവ് ബാങ്ക് ഗവർണർമാരിൽ വനിതകൾ ഉണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും വനിത റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുണ്ടോ? ഇല്ല, നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 4 ഡെപ്യൂട്ടി ഗവർണർമാരാണ് അവിടെയുള്ളത്, റിസർവ് ബാങ്കിൽ ഉള്ളത്. അങ്ങനെ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് ആര്? KJ ഉദ്ദേശി. ഓർക്കുമല്ലോ, ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് ആര്? KJ ഉദ്ദേശി. അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു വനിതയെ കൂടെ പഠിക്കണം. വനിതയുടെ പേരാണെന്ത്? സുധാ ബാലകൃഷ്ണൻ. സുധാ ബാലകൃഷ്ണൻ ആരായിരുന്നു? ഫസ്റ്റ്
ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓഫ് RBI. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ് ആര്? സുധാ ബാലകൃഷ്ണൻ. ഓർക്കുമല്ലോ, ഇപ്പൊ രണ്ട് വനിതകളെ നമ്മൾ RBIയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നു. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് ആര്? KJ ഉദ്ദേശി. റിസർവ് ബാങ്കിന്റെ ആദ്യ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ വനിതയാണ് ആര്? സുധാ ബാലകൃഷ്ണൻ എന്നുള്ളതും. അപ്പൊ രണ്ട് വനിതകളെ കുറിച്ച് പഠിക്കുമല്ലോ. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. എന്താണ്? മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിന്റെ 15ാമത്തെ ഗവർണർ ആയിരുന്നു. ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യം എന്താണ്? ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി, റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് RBIയുടെ 15ാമത്തെ ഗവർണർ ആയിരുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത വ്യക്തി വരുന്നു, നിലവിലെ പ്രസന്റ് ഗവർണർ അല്ലെ. നമ്മൾ റിസർവ് ബാങ്ക് ഗവർണർമാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പൊ നിലവിലത്തെ ഗവർണറെ പഠിക്കേണ്ടത് എന്താണ്? നിലവിലത്തെ ഗവർണറാണ് ആര്? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് എത്രാമത്തെ ഗവർണറാണ്? 25ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ്. അപ്പൊ ഓർക്കുക, പരീക്ഷ ചോദ്യങ്ങൾ ചോദിക്കാം 25th RBI ഗവർണർ എന്ന് ചോദിച്ചാൽ ആരാണ്? ശക്തികാന്ത ദാസ്. ഓർക്കുമല്ലോ, ശക്തികാന്ത ദാസ്. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനായിരുന്നു? ഒഡീഷ സംസ്ഥാനക്കാരനായിരുന്നു. ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനു മുമ്പത്തെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ഉർജിത് പട്ടേൽ ഏത് സംസ്ഥാനക്കാരനായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കണം, ശക്തികാന്ത ദാസും ഏത് സംസ്ഥാനക്കാരനായിരുന്നു? ഒഡീഷ സംസ്ഥാനക്കാരൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു വ്യക്തിയെ കൂടെ നോക്കാം. ഉർജിത് പട്ടേൽ. ഉർജിത് പട്ടേൽ എത്രാമത്തെയായിരുന്നു? ഇതിനു മുമ്പ് ശക്തികാന്ത ദാസിന് തൊട്ട് മുമ്പ് 24ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? നോട്ട് നിരോധനം ഓർക്കുന്നില്ലേ? 2016 നവംബർ 8-ാം തീയതി ആ നോട്ട് നിരോധന സമയത്തെ RBIയുടെ ഗവർണറാണ് ആര്? ഉർജിത് പട്ടേൽ. നോട്ട് നിരോധന സമയത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരായിരുന്നു? ഉർജിത് പട്ടേൽ ആയിരുന്നു. നോട്ട് നിരോധിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയൊരു നോട്ടൊക്കെ ഇറക്കി അല്ലേ? മജന്ത കളറിൽ മംഗല്യാന്റെ പടമൊക്കെ വെച്ചിട്ട് നോട്ട് ഇറക്കി. എത്രയുടെയാ? 2000ന്റെ നോട്ടിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ച RBI ഗവർണറാണ് ആര്? ഉർജിത് പട്ടേൽ. 2000 രൂപ നോട്ടിൽ ആദ്യമായി ഒപ്പുവെച്ച RBI ഗവർണറും ആരാണ്? ഉർജിത് പട്ടേൽ ആണ്. അപ്പൊ ഓർക്കുമല്ലോ ഇത്രയും കാര്യങ്ങൾ. എന്തൊക്കെയാണ്? രണ്ട് വനിതകളെ നമ്മൾ പഠിച്ചു. KJ ഉദ്ദേശി ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത. റിസർവ് ബാങ്കിന്റെ ആദ്യ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ വനിതയാണ് ആര്? സുധാ ബാലകൃഷ്ണൻ. റിസർവ് ബാങ്കിന്റെ 15ാമത് ഗവർണറായിരുന്നു ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത? RBI ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി. നിലവിലെ ഗവർണറാണ് ആര്? ശക്തികാന്ത ദാസ്, ഒഡീഷ സ്വദേശി. എത്രാമത്തെയാണ്? 25ാമത്തെ RBI ഗവർണർ. ഇതിനു മുമ്പ് 24ാമതിരുന്ന വ്യക്തിയാണ് ആര്? ഉർജിത് പട്ടേൽ. ഉർജിത് പട്ടേലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ. 2000 രൂപ നോട്ടിൽ ആദ്യമായി ഒപ്പുവെച്ച RBI ഗവർണറും ആര് തന്നെയാണ്? ഉർജിത് പട്ടേലാണ്. എങ്കിൽ നമുക്ക് ഒരു റിസർവ് ബാങ്ക് ഗവർണറെ കൂടെ കാണാം. ആരാണ്? നോക്കിയ ഫോട്ടോ കാണുമ്പോഴേ അറിയാം ആരാണ്? രഘുറാം രാജൻ. ഓക്കെ, രഘുറാം രാജന്റെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഐ ഡു വാട്ട് ഐ ഡു. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഐ ഡു വാട്ട് ഐ ഡു എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? രഘുറാം രാജന്റെ പുസ്തകമാണ്. 2019 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഇത്, ദ തേർഡ് പില്ലർ. ദ തേർഡ് പില്ലർ. മൂന്നാമത്തെ പുസ്തകം നോക്കി, വാട്ട് ദ എക്കോണമി നീഡ്സ് നൗ. അതിന്റെ കവർ പേജിൽ നോക്കിയാൽ ആദ്യത്തെ പേരുണ്ടോ? എഡിറ്റഡ് ബൈ അഭിജിത്ത് ബാനർജി അല്ലേ? എക്കണോമിക്സിന് ഇന്ത്യയിൽ നിന്ന് നോബൽ സമ്മാനം നേടുന്ന 2ാമത്തെ വ്യക്തി ആരാണ്? അഭിജിത്ത് ബാനർജി. ഈ അഭിജിത്ത് ബാനർജിയുമായി ചേർന്ന് രഘുറാം രാജനും 2ാമത്തെ പേരും കൂടെ നോക്കിയേ, ഗീതാ ഗോപിനാഥ്. ഇവരെല്ലാം കൂടെ ചേർന്ന് എഴുതിയ പുസ്തകമാണ് ഇത്, വാട്ട് ദ എക്കോണമി നീഡ്സ് നൗ. അപ്പോൾ ഓർക്കുക, രഘുറാം രാജന്റെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഐ ഡു വാട്ട് ഐ ഡു, ദ തേർഡ് പില്ലർ എന്നുള്ളത്. നോബൽ ജേതാവായ അഭിജിത്ത് ബാനർജിയും രഘുറാം രാജനും ഗീതാ ഗോപിനാഥും ചേർന്ന് എഴുതിയ പുസ്തകമാണ് ഏത്, വാട്ട് ദ എക്കോണമി നീഡ്സ് നൗ. അപ്പം ഇതോടുകൂടി ഇത്രയും ഗവർണർ ജനറൽമാരെയും നമ്മൾ പഠിച്ച് നിർത്തുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? റിസർവ് ബാങ്കിന്റെ രൂപീകരണം കണ്ടു, റിസർവ് ബാങ്കിന്റെ വിശേഷണങ്ങൾ കണ്ടു, റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ കണ്ടു, റിസർവ് ബാങ്കിന്റെ ഗവർണർ ജനറൽമാരെ പരിചയപ്പെട്ടു. വീണ്ടും വീണ്ടും ഈ ക്ലാസ് കേട്ട് നന്നായിട്ട് എല്ലാവരും പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കാണുന്ന എല്ലാവർക്കും വിജയാശംസകൾ.